ഹായ് ഗൈസ്, തിരിച്ചുപോക്കുകൾ എപ്പോഴും സങ്കടം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 3 ദിവസത്തെ പൂരത്തിൻ്റെ ലീവിന് വന്ന മീനൊന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്രാവശ്യത്തെ വരവും പോക്കും പെട്ടെന്നായതുകൊണ്ട് തന്നെ അധിക സാധനങ്ങളൊന്നുമില്ല. കുറച്ച് അച്ചാറ്, ചക്ക, മാങ്ങ, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ടാണ് പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം ഈ പെട്ടി ഒന്ന് മാറ്റിയിരുന്നു കേട്ടോ. ഇതിനത്ര ക്വാളിറ്റി ഉള്ള പോലെ തോന്നിയില്ല. അമ്പലത്തിൽ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനായിട്ട് റെഡി ആവുകയാണ് അവൾ. ഇപ്രാവശ്യം നമുക്ക് കോഴിക്കോട്ട് നിന്നാണ് ഫ്ലൈറ്റ്, 1:30-ക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10:30-ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്രാവശ്യം ഞങ്ങൾ ആരും പോകണില്ല കൊണ്ടാക്കാനായിട്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ റിലേറ്റീവ് തന്നെ ഒരു ചേട്ടനും ഉണ്ട്. രണ്ടുപേരും സെയിം ഫ്ലൈറ്റിലായത് കാരണം അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായി ഇറങ്ങണ നേരത്തെ ഞങ്ങൾ അത്ര വലിയ മൈൻഡ് ചെയ്യണില്ല ആരും. കാരണം എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഏറ്റവും കൂടുതൽ സങ്കടം ഇക്കോനാണ്. വന്നപ്പോൾ മുതൽ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അവളുടെ പിന്നാലെ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ നടപ്പുണ്ടായിരുന്നത്. ടിക്കു, ആരെ പോയേ? മേമ പോയാ?